ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ് കേട്ടോ നോക്കുന്നത്. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നുള്ള ചാപ്റ്ററാണ് ഒന്നാമത്തെ ചാപ്റ്റർ കേട്ടോ. ഇത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററായ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നോക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്തെ ചാപ്റ്ററായ ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എൽ ബാഷാമിന്റെ ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറഞ്ഞ ബുക്കിലുള്ള ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആരാണ് എഴുതിയിട്ടുള്ളത്? എൽ ബാഷാം, ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. സിദ്ധാർത്ഥൻ രാജവീതിയിലൂടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർത്തും അവശനായ ഒരു വൃദ്ധനെ കണ്ടു. അല്പം കഴിഞ്ഞപ്പോൾ ഗുരുതരമായ രോഗം ബാധിച്ച് വിറയ്ക്കുന്ന ഒരു മനുഷ്യനെയും കാണുകയുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ വെള്ളത്തുണി പുതപ്പിച്ച് ചുടുകാട്ടിലേക്ക് വിലപിച്ചുകൊണ്ട് ആളുകൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന ഒരു ശവശരീരവും കണ്ടു. വേദനാജനകമായ ഈ കാഴ്ചകൾക്ക് ശേഷം അദ്ദേഹം തെരുവിൽ ഭിക്ഷ എടുക്കുന്ന ഒരു സന്യാസിയെ കാണുകയുണ്ടായി. ഭൗതിക ഗുണങ്ങളൊന്നും ഇല്ലാതെ ശാന്തനായും സന്തോഷത്തോടെയും കാണപ്പെട്ട ആ സന്യാസി സിദ്ധാർത്ഥനെ ആകർഷിച്ചു. ഇതാണ് അദ്ദേഹത്തെ ശാന്തിയും സമാധാനവും നേടാനുള്ള മാർഗം സന്യാസമാണെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ എൽ ബാഷാമിന്റെ ദി വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിലുള്ള ചെറിയൊരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായ ഗൗതമ ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവ കഥയാണിത്. രാജകുമാരനായി സമ്പന്നതയിലും സുഖലോലുപതയിലും ജീവിച്ചിട്ടും സന്തോഷം ലഭിക്കാതിരുന്ന സിദ്ധാർത്ഥന്റെ ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. തന്റെ ചുറ്റുപാടുമുള്ള മനുഷ്യരുടെ ദുഃഖങ്ങളുടെ കാരണം അന്വേഷിച്ച് സന്യാസം സ്വീകരിച്ച സിദ്ധാർത്ഥൻ ജ്ഞാനോദയം നേടി പിൽക്കാലത്ത് ഗൗതമ ബുദ്ധൻ അറിയപ്പെട്ടു. അപ്പോ ബുദ്ധൻ ഏത് നൂറ്റാണ്ടിലാണ്? BC 6ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് കേട്ടോ. BC 6ാം നൂറ്റാണ്ടിൽ ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ കാലഘട്ടമായിരുന്നു. ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരൻ ഗൗതമ ബുദ്ധൻ, ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലീറ്റസ് തുടങ്ങിയവർ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലമായിരുന്നു ഇത്. ലോകത്തിലാകമാനം സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിലും മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഈ കാലഘട്ടത്തിൽ പുതിയ രാഷ്ട്ര സംവിധാനങ്ങളും നിലവിൽ വന്നു. അത്തരം മാറ്റങ്ങളെ കുറിച്ചാണ് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇന്ത്യയില് വർദ്ധമാന മഹാവീരനും ഗൗതമ ബുദ്ധനും കേട്ടോ. വർദ്ധമാന മഹാവീരനും ഗൗതമ ബുദ്ധനും, ഇറാനിൽ സരതുഷ്ട, ചൈനയിൽ കൺഫ്യൂഷ്യസ്, ഗ്രീസിൽ ഹെറാക്ലൈറ്റസ് തുടങ്ങിയവര് പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച കാലമായിരുന്നു ഇത്. 6ാം നൂറ്റാണ്ട് കേട്ടോ. അപ്പൊ ഇത് ചിലപ്പോൾ യോജിപ്പിക്കാൻ തരാൻ സാധ്യതയുണ്ട്. അപ്പൊ ലോകത്താകമാനം സാമ്പത്തിക രാഷ്ട്രീയ രംഗങ്ങളിലും മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെട്ട ഈ കാലഘട്ടത്തിൽ പുതിയ രാഷ്ട്ര സംവിധാനങ്ങളും നിലവിൽ വന്നു. ഇനി ഗംഗാതടത്തിലെ ആശയ വിപ്ലവം. BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങൾ രൂപം കൊണ്ടത് പ്രധാനമായും ഗംഗാതടത്തിലായിരുന്നു. നവീനാശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. ഈ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിയത് ചുവടെ പറയുന്ന ഘടകങ്ങളായിരുന്നു: ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ച. അപ്പൊ എന്താ പറഞ്ഞത്? BC 6ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ പുതിയ ആശയങ്ങളൊക്കെ രൂപം കൊള്ളാൻ തുടങ്ങിയില്ലേ. പ്രധാനമായിട്ടും അത് ഗംഗാതടത്തിലായിരുന്നു. കാരണം എന്താ? നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ പ്രധാന പങ്കുവഹിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. ഇരുമ്പ് ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം, അതുപോലെ കാർഷികോൽപാദന വർധനവ്, കച്ചവടം, നഗരങ്ങൾ എന്നിവയുടെ വളർച്ചയൊക്കെ ഇതിന് കാരണമായിട്ടുണ്ട്. ഇനി ഇവിടെ ആദ്യകാല ഇരുമ്പ് ഉപകരണങ്ങൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി BC 6ാം നൂറ്റാണ്ടോടെ കൃഷിയെയും കന്നുകാലികളെയും ആശ്രയിച്ചുള്ള ഒരു സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥ ഗംഗാതടത്തിൽ ഉയർന്നു വന്നു. ഇത് യാഗങ്ങളും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്ന വേദകാല ആചാരവുമായി പൊരുത്തപ്പെട്ടതായിരുന്നില്ല. യാഗങ്ങളുടെ ഭാഗമായി കന്നുകാലികളെ വ്യാപകമായി ബലികൊടുക്കുന്നത് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. അപ്പൊ വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ഇത് പ്രേരണയായി. വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്ന വൈശ്യർ അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോരുത്തരുടെയും ജോലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ വ്യാപാര പുരോഗതിയിലൂടെ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യം കൈവന്നിരുന്ന വൈശ്യര് അതിനിണങ്ങുന്ന തരത്തിലുള്ള ഉയർന്ന സാമൂഹിക സ്ഥാനം ആഗ്രഹിച്ചിരുന്നു.
ഇക്കാലത്ത് വർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തും ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നു. ഇവയിൽ പ്രധാനപ്പെട്ടവരായിരുന്നു ധനാഢ്യരായ ഗഹപതികൾ കേട്ടോ, ഗഹപതികൾ. കച്ചവടം തൊഴിലാക്കിയ ഇവർ ഭൂമി കൈവശം വെച്ചിരുന്നു. ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവർ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം നേടി. ഈ സാമൂഹിക പശ്ചാത്തലത്തിനാണ് പുതിയ ആശയധാരകൾ ഉയർന്നു വന്നത്. ഇത്തരം ആശയധാരകളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു ജൈന ബുദ്ധമത ദർശനങ്ങൾ. വൈശ്യർ, ഗഹപതികൾ തുടങ്ങിയവരുടെ പിന്തുണ ഈ ആശയങ്ങൾക്ക് ലഭിച്ചിരുന്നു. അപ്പൊ വർണ്ണ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിന് പുറത്തായിട്ട് ചില വിഭാഗങ്ങൾ ഉയർന്നു വന്നു. അതിലൊന്നാണ് ഗഹപതികൾ എന്ന് പറയുന്നത് കേട്ടോ. അവര് കച്ചവടം തൊഴിലാക്കിയവരായിരുന്നു. അപ്പൊ അതുപോലെ ഭൂമി കൈവശം വെച്ചിരുന്നു. ഇവർ ഇത്തരത്തിൽ സാമ്പത്തികമായി ഉയർന്ന ശ്രേണിയിൽ നിന്നിരുന്ന ഇവര് മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം നേടി. ഓക്കെ, അപ്പൊ ഈ രണ്ട് വിഭാഗക്കാരാണ് എന്തിന് ജൈന ബുദ്ധമത ദർശനങ്ങളെ കൂടുതലായിട്ടും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ, പിന്തുണച്ചവര്. ഇനി ജൈനമതം. വർദ്ധമാന മഹാവീരൻ ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. ജൈനമത വിശ്വാസപ്രകാരം 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അപ്പൊ വർദ്ധമാന മഹാവീരൻ എവിടെയാണ് ജനിച്ചത്? ബീഹാറിലെ വൈശാലിക്ക് സമീപമുള്ള കുന്തല ഗ്രാമത്തിലാണ് ജനിച്ചത്. ജൈനമത വിശ്വാസപ്രകാരം 24ാമത്തെ തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. അപ്പൊ ആരാണ് ഈ തീർത്ഥങ്കരന്മാര്? സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവർ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിനർത്ഥം. ഇമ്പോർട്ടന്റ് ആണ്. സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ എന്നാണ് തീർത്ഥങ്കരൻ എന്ന വാക്കിന്റെ അർത്ഥം. ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരുണ്ട്. ഇതിൽ ഋഷഭ ദേവനാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ. 23ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനായിരുന്നു. വർദ്ധമാന മഹാവീരൻ 24ാമത്തെ അല്ലെങ്കിൽ അവസാനത്തെയും തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. പാർശ്വനാഥന്റെ ആശയങ്ങളോട് തന്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ജൈനമത വിശ്വാസപ്രകാരം 24 തീർത്ഥങ്കരന്മാരുണ്ട്. അതിൽ ആദ്യത്തേത് ആരാണ്? ഋഷഭദേവനാണ് കേട്ടോ. ഋഷഭദേവനാണ് ഒന്നാമത്തെ തീർത്ഥങ്കരൻ. 23ാമത്തെ തീർത്ഥങ്കരൻ പാർശ്വനാഥനാണ്. 24ാമത്തെയും അവസാനത്തെയും തീർത്ഥങ്കരനാണ് വർദ്ധമാന മഹാവീരൻ. ഓക്കെ, അപ്പൊ വർദ്ധമാന മഹാവീരനാണ് ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഇനി വർദ്ധമാന മഹാവീരൻ. വൈശാലിയിൽ ജനനം. മഹാവീരൻ എന്നും അതുപോലെ എന്താണ് ജിനൻ എന്നും അറിയപ്പെട്ടു. ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പാവ അല്ലെങ്കിൽ പാറ്റ്നയ്ക്ക് സമീപം എന്ന സ്ഥലത്ത് വെച്ച്, അതായത് പാവ എന്ന സ്ഥലത്ത് വെച്ച് നിർവ്വാണം പ്രാപിച്ചു. അപ്പൊ ഇവിടെ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. വൈശാലിയിലാണ് ജനനം. അതുപോലെ പിന്നെന്താണ്? മഹാവീരൻ എന്നും ജിനനം എന്നും അറിയപ്പെട്ടു. അതുപോലെ പാവ എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പാറ്റ്നയ്ക്ക് സമീപം വെച്ചാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചത്. എന്താ നിർവ്വാണം പ്രാപിക്കുക എന്ന് പറഞ്ഞാല്, അതായത് മഹത്തായ വ്യക്തികളോ അല്ലെ സന്യാസിമാരൊക്കെ മരിക്കുമ്പോൾ അദ്ദേഹം നിർവ്വാണം പ്രാപിച്ചു എന്ന് ആദരപൂർവ്വം പറയാറുണ്ട് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ മുക്തി നേടിയെന്നൊക്കെയാണ് അർത്ഥം. ഇനി ജൈനമത ആശയങ്ങളാണ്. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. അതുപോലെ ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് മൂന്നുമാണ് എന്ത് ജൈനമത ആശയങ്ങൾ കേട്ടോ. ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട്. ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത്. ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വേദങ്ങളുടെ അധികാരതയെ തള്ളിപ്പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായി 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു. ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവയായിരുന്നു അവ. ഓക്കെ, അപ്പൊ വേദങ്ങളുടെ ആധികാരികതയെ തള്ളി പറഞ്ഞ മഹാവീരൻ മോക്ഷപ്രാപ്തിക്കായിട്ട് 3 തത്വങ്ങൾ മുന്നോട്ട് വെച്ചു എന്ന് പറഞ്ഞു. ആ 3 തത്വങ്ങളാണ് ശരിയായ വിശ്വാസം, ശരിയായ അറിവ്, ശരിയായ പ്രവൃത്തി എന്നിവ കേട്ടോ. ഇത് ത്രിരത്നങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രാകൃത ഭാഷകളിലാണ് മഹാവീരൻ തന്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവെച്ചത്. ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാസിനികളും 5 വ്രതങ്ങൾ അനുഷ്ഠിക്കണമായിരുന്നു. ഒന്നിനെയും കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളം പറയരുത്, ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക, സ്വത്ത് കൈവശം വെക്കാതിരിക്കുക എന്നിവയായിരുന്നു അവ. പിൽക്കാലത്ത് ജൈനമതത്തിൽ ശ്വേതംബരന്മാർ, ദിഗംബരന്മാർ എന്നീ 2 വിഭാഗങ്ങൾ രൂപപ്പെട്ടു. ജൈനമതം ഊന്നൽ നൽകിയ അഹിംസ എന്ന തത്വം ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ പിൽക്കാലത്ത് ജൈനമതത്തില് ശ്വേതൻപരന്മാരെന്നും ദിഗംബരന്മാർ എന്നീ 2 വിഭാഗങ്ങൾ രൂപപ്പെട്ടു കേട്ടോ. ജൈനമതം ഊന്നൽ നൽകിയ അഹിംസ എന്ന തത്വം ഇന്ത്യൻ തത്വചിന്തയെ സ്വാധീനിച്ചിട്ടുണ്ട്.
ഇനി ഇവിടെ കേരളവും ജൈനമതവും. ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ച ജൈനമതം കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. വയനാട് കേരളത്തിലെ പ്രധാനപ്പെട്ട ജൈനമത കേന്ദ്രമായിരുന്നു. ജൈനമത ശേഷിപ്പുകളായ ക്ഷേത്രങ്ങൾ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. വയനാട്ടിലെ ജൈനമത ക്ഷേത്രത്തിന് ചിത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കേരളത്തില് പ്രധാനമായിട്ടും വയനാടാണ് ജൈനമത കേന്ദ്രം. ദുഃഖങ്ങളുടെ കാരണം തേടിയ ഗൗതമ ബുദ്ധൻ. ദിഗനികായയിൽ ശ്രീബുദ്ധന്റെ ദൈർഘ്യമേറിയ പ്രഭാഷണങ്ങളിൽ 31-ാമത്തെ സൂക്തത്തിൽ ബുദ്ധമതത്തിൽ പുതുതായി ചേർന്ന യുവാവിനോട് ശ്രീബുദ്ധൻ പറയുന്നത് ഇപ്രകാരമാണ്: കുടുംബജീവിതത്തിൽ പുരുഷനും സ്ത്രീയും പരസ്പര ആദരവോടെ ജീവിക്കേണ്ടതും രണ്ടുപേരും തങ്ങളുടേതായ ചുമതലകൾ കൃത്യമായി നിർവഹിക്കേണ്ടതുമാണ്. ഇതുകൂടാതെ തൊഴിലുടമകൾ തങ്ങളുടെ സേവകരോടും തൊഴിലാളികളോടും മര്യാദയോടെ പെരുമാറണം. അവരുടെ ശാരീരിക ക്ഷമതയിലും കൂടുതൽ ഭാരമുള്ള ജോലികൾ അവരെ കൊണ്ട് ചെയ്യിക്കരുത്. അവർക്ക് ആവശ്യമായ ആഹാരവും ന്യായമായ കൂലിയും നൽകണം. ശാരീരിക മാനസിക ആവശ്യകതകളെ അവരെ സംരക്ഷിക്കണം. തൊഴിലാളികളാവട്ടെ അവരുടെ ന്യായമായ വേതനത്തിൽ തൃപ്തരായി നന്നായി ജോലി ചെയ്യണം. തങ്ങളുടെ തൊഴിലുടമയുടെ അന്തസ്സ് നിലനിർത്തണം. അപ്പൊ അതൊക്കെ എന്താണ്, ഗൗതമ ബുദ്ധന്റെ ആശയങ്ങളാണ് കേട്ടോ. ബുദ്ധന്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു. വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു. ഗംഗാതടത്തിലെ പുതിയ സാഹചര്യങ്ങൾക്ക് ഇണങ്ങുന്നതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച അഹിംസ എന്ന ആശയം. കാർഷിക വൃത്തിയിൽ കൃഷിക്കായി നിലമൊരുക്കാനും കച്ചവട വസ്തുക്കൾ കൊണ്ടുപോകാനും കന്നുകാലികൾ ആവശ്യമായിരുന്നു. എന്നാൽ യാഗങ്ങളിൽ കന്നുകാലികളെ വ്യാപകമായി ബലി നൽകിയത് കൃഷിയെയും ചരക്കു നീക്കത്തെയും പ്രതികൂലമായി ബാധിച്ചു. യാഗങ്ങൾക്കെതിരായ അദ്ദേഹത്തിന്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ ആകർഷിച്ചു. സാധാരണക്കാരന്റെ ഭാഷയായിരുന്ന പാലിയിലാണ് ബുദ്ധൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ഇമ്പോർട്ടന്റ് ആണ്, ബുദ്ധൻ യൂസ് ചെയ്ത ഭാഷ ഏതാണ്? പാലി ഭാഷ ആണ് കേട്ടോ. പാലി ഭാഷയിലാണ് ബുദ്ധൻ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത്. ബുദ്ധന്റെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ. മധുരയിൽ നിന്നും ലഭിച്ച ബുദ്ധന്റെ പ്രതിമാണ് CE 1-ാം നൂറ്റാണ്ടില്. ഗൗതമ ബുദ്ധന്റെ ആശയങ്ങളുമായി ബന്ധം സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര് കേട്ടോ. സിദ്ധാർത്ഥൻ എന്നാണ് യഥാർത്ഥ പേര്. നേപ്പാളിലെ കപില വസ്തുവിലുള്ള ലുംബിനിയിലാണ് ജനിച്ചിട്ടുള്ളത്. ഓക്കെ. ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ച് ബോധോദയം നേടി. അതുപോലെ സാരാനാഥിൽ വെച്ച് ആദ്യ പ്രഭാഷണം നടത്തി. അതുപോലെ എന്താണ്, കുശിനാരയിൽ, അതായത് കുശിനഗരത്തിൽ വെച്ച് നിർവ്വാണം പ്രാപിച്ചു. ഇതൊക്കെ ഗൗതമ ബുദ്ധനുമായിട്ട് ചേർത്ത് പഠിക്കാനുള്ള കേട്ടോ. ഇനി ഇവിടെ ബുദ്ധന്റെ തത്വങ്ങളാണ് കൊടുത്തത്. ജീവിതം ദുഃഖമയമാണ്. ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയം നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാകും. ഇതിന്റെ അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം. ഇതാണ് ബുദ്ധന്റെ തത്വങ്ങൾ കേട്ടോ. അപ്പൊ അഷ്ടാംഗ മാർഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശരിയായ വീക്ഷണം, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, അതുപോലെ ശരിയായ ജീവിതം, ശരിയായ പരിശ്രമം, ശരിയായ സ്മരണ, ശരിയായ ധ്യാനം. അപ്പൊ ഇതൊക്കെയാണ് അഷ്ടാംഗ മാർഗം. ഓക്കെ. മധ്യമാർഗം. ഒരു വ്യക്തി കഠിനമായ സന്യാസം സ്വീകരിക്കുന്നതിനെ ബുദ്ധൻ വിലക്കുന്നു. അതുപോലെ ആർഭാട ജീവിതം നയിക്കുന്നതിനെയും ബുദ്ധൻ നിരാകരിക്കുന്നു. രണ്ടിനും ഇടയിലുള്ള മധ്യവർഗത്തെയാണ് ബുദ്ധൻ നിർദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനിയടുത്തത് സ്തൂപങ്ങളാണ്. സ്തൂപങ്ങൾ ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ. അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. കൊത്തുപണികളാൽ സമ്പന്നമാണ് സ്തൂപങ്ങൾ. സാഞ്ചി, സാരാനാഥ് എന്നിവിടങ്ങളിൽ സ്തൂപങ്ങൾ പ്രസിദ്ധമാണ്. അപ്പൊ സ്തൂപങ്ങൾ എന്താണ്? ബുദ്ധനുമായിട്ട് ബന്ധപ്പെട്ടാണല്ലേ. അതായത് ബുദ്ധന്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ ഒക്കെ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളെയാണ് സ്തൂപങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയില് സാഞ്ചി, സാരാനാഥ് എന്നിവിടങ്ങളിലാണ് സ്തൂപങ്ങൾ പ്രസിദ്ധമായിട്ടുള്ളത്. ഇനി ബുദ്ധമത പ്രചരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്ന ജാതി ലിംഗ പരിഗണനകളൊന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി. സംഘത്തിലെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടത്. അപ്പൊ ബുദ്ധമത പ്രചരണത്തിനായി സന്യാസിമാരുടെ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടോ. അപ്പൊ ജാതിലിംഗ പരിഗണനകൾ ഒന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സംഘത്തിലെ സ്ത്രീകളെ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാരെ ഭിക്ഷുക്കൾ എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയും ആയിരുന്നു സംഘങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നത്.
നദികൾ ഒഴുകി സമുദ്രത്തിൽ എത്തുന്നതോടെ ഒന്നാവുകയും അവയുടെ പേരുകൾ നഷ്ടമാവുകയും ചെയ്യുന്നത് പോലെ ഒരാൾ ബുദ്ധസന്യാസി സംഘത്തിൽ അംഗമാകുന്നതോടെ അയാളുടെ ജാതിയും പദവിയും കുടുംബവും മറക്കുന്നു എന്നാണ് സന്യാസി സംഘത്തെ പറ്റി ബുദ്ധൻ പറഞ്ഞത്. പിൽക്കാലത്ത് ബുദ്ധമതം മഹായാനം ഹീനയാനം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. മഹായാനക്കാർ ബുദ്ധനെ ദൈവമായി ആരാധിച്ചു. ബുദ്ധമതം ഇന്ത്യയിൽ സംസ്കാരത്തിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ബുദ്ധമത സംഘത്തിലെ പ്രവർത്തന രീതി സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി. അപ്പൊ നമ്മൾ പറഞ്ഞു ബുദ്ധമതം മഹായാനം ഹീനയാനം എന്നിങ്ങനെ രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ടായിരുന്നു. മഹായാനം അതുപോലെ ഹീനയാനം എന്നിങ്ങനെ രണ്ടായി പിരിഞ്ഞു. മഹായാനക്കാര് ബുദ്ധനെ ദൈവമായിട്ട് ആരാധിച്ചു. ഓക്കെ, ലോകം ഇന്ത്യയെ അറിയുന്നു. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിയുന്നത് ബുദ്ധമതത്തിലൂടെയാണ്. ചൈന, ജപ്പാൻ, ബർമ്മ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കുകിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ ബുദ്ധമതം പ്രചരിച്ചിരുന്നു. അപ്പോൾ ലോകം ഇന്ത്യ അറിയപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറിയത് ബുദ്ധമതമാണ്. പ്രാചീന ലോകം ഇന്ത്യയെ തിരിച്ചറിയുന്നത് ബുദ്ധമതത്തിലൂടെയാണ്. ചൈന, ജപ്പാൻ, ബർമ്മ, ടിബറ്റ്, അഫ്ഗാനിസ്ഥാൻ, തെക്കുകിഴക്കൻ ഏഷ്യ, ശ്രീലങ്ക തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ ബുദ്ധമതം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കേരളവും ബുദ്ധമതവും. ബുദ്ധവിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. പുരാതന തമിഴ് കൃതിയായ മണിമേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായാണ് പറയുന്നത്. കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബുദ്ധ പ്രതിമകളും മറ്റു ചില ശേഷിപ്പുകളും ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ചില വാക്കുകളും സ്ഥലനാമങ്ങളും ബുദ്ധമത സ്വാധീനത്തെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ് പുരാതന തമിഴ്കൃതിയായ മണിമേഖലയിലെ നായികയായ മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ബുദ്ധമത വിശ്വാസങ്ങൾ കേരളത്തിലും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാണ്. അടുത്തത് ഭൗതികവാദം. വ്യത്യസ്ത ആശയധാരകൾ ഉയർന്നു വന്നതാണ് പ്രാചീനകാലം മുതലുള്ള ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രധാന പ്രത്യേകത. BC 6-ാം നൂറ്റാണ്ടിൽ നിരവധി ആശയധാരകൾ രൂപപ്പെട്ടു. അവയിൽ ഒന്നായിരുന്നു ഭൗതികവാദം. അജിത കേശകമ്പളിനായിരുന്നു ഈ ചിന്താധാരയുടെ പ്രചാരകൻ. അദ്ദേഹം ബുദ്ധന്റെ സമകാലീനനായിരുന്നു. എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം പരലോകം എന്നിവയല്ലെന്നും ഇവർ അഭിപ്രായപ്പെട്ടു. ഭൗതികവാദികൾ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യർ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അവരിൽ ഖരാംശം ഭൂമിയിൽ ലയിക്കുന്നു, ദ്രവാംശം വെള്ളത്തിലും ചൂട് തീയിലും ശ്വാസം വായുവിലും ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? BC 6-ാം നൂറ്റാണ്ടില് രൂപപ്പെട്ട ഒന്നായിരുന്നു ഭൗതികവാദം. ഇത് അജിത കമ്പളിനായിരുന്നു ഈ ചിന്താധാരയുടെ പ്രചാരകന്. ഇദ്ദേഹം ബുദ്ധന്റെ സമകാലീനായിരുന്നു. എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം പരലോകം എന്നിവയില്ലെന്നുമാണ് ഇവര് അഭിപ്രായപ്പെട്ടത് കേട്ടോ. ഇനി ഭൗതികവാദികൾ ഇങ്ങനെ പറഞ്ഞു: മനുഷ്യർ 4 ഘടകങ്ങളാൽ നിർമ്മിതമാണ്. അവർ മരിക്കുമ്പോൾ അവരിലെ ഖരാംശം ഭൂമിയിലേക്കുന്നു, ദ്രവാംശം വെള്ളത്തിലും ചൂട് തീയിലും ശ്വാസം വായുവിലും ഇന്ദ്രിയങ്ങൾ ശൂന്യാന്തരീക്ഷത്തിലും ലയിക്കുന്നു. ഇവരെ ഭൗതികവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും? അതായത് പ്രപഞ്ചം കേവലം ഭൗതിക വസ്തുക്കളാൽ, അതായത് മണ്ണ്, വെള്ളം, തീ, വായു ഈ വസ്തുക്കളാലൊക്കെ നിർമ്മിതമാണെന്നും അതുപോലെ മരണാനന്തര ജീവിതമോ ആത്മാവോ നിലനിൽക്കുന്നില്ലെന്നുമാണ് ഇവര് വിശ്വസിച്ചിരുന്നത് അല്ലെ. അപ്പൊ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കാൾ ഭൗതികമായിട്ടുള്ള ലോകത്തിനാണ് ഇവര് പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവരെ ഭൗതികവാദികൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി മഹാജനപദങ്ങൾ അഥവാ ആദ്യകാല രാഷ്ട്രങ്ങൾ. അത്തരത്തിൽ കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്ന കാലത്തോളം, ഒന്നിച്ച് പ്രവർത്തിക്കുന്ന കാലത്തോളം, മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നിടത്തോളം, വജ്ജിയിലെ സ്ത്രീകൾ സ്വതന്ത്രരായി ജീവിക്കുന്ന കാലത്തോളം, ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കുന്ന കാലത്തോളം, വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവരെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നിടത്തോളം, അവർ ബഹുമാനിക്കപ്പെടുന്ന കാലത്തോളം വജ്ജി നിലനിൽക്കും. അപ്പൊ എന്താണ്? ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ബുദ്ധകൃതിയായ ദിഗനികായയിൽ വജ്ജി എന്ന രാഷ്ട്രത്തെ പറ്റി അല്ലെങ്കിൽ മഹാജനപദത്തെ പറ്റി ബുദ്ധൻ പറഞ്ഞ കാര്യങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വക്കാലത്ത് വജ്ജിയിലെ ഭരണ സമ്പ്രദായങ്ങളെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
അതുപോലെ പിന്നെന്താണ്, ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ മുതിർന്നവരെ ബഹുമാനിക്കുകയും അതുവരെ അവരെ പിന്തുണയ്ക്കുകയും അവരെ ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ വജീരെ സ്ത്രീകൾ സ്വതന്ത്രരായിട്ട് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ആരാധനാലയങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുപോലെ വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവരെ ഇവിടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ എന്താണ്, അവർ ബഹുമാനിക്കപ്പെടുന്ന കാലത്തോളം ഹജ്ജ് നിലനിൽക്കുന്നത്. അതായത് വ്യത്യസ്ത വിശ്വാസങ്ങളൊക്കെ പിന്തുടരുന്നവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും അവരുടെ വിശ്വാസങ്ങളൊക്കെ ബഹുമാനിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. BCE 6-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിരവധി രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു വജ്ജി. ഈ രാഷ്ട്രങ്ങളുടെ രൂപീകരണം എങ്ങനെയായിരിക്കുന്നു എന്ന് പരിശോധിക്കാന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ജനപദങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് അർത്ഥം ട്ടോ. അപ്പൊ തീ ഉപയോഗിച്ച് കാടുകൾ കത്തിച്ച് കൃഷിയിടങ്ങളും താമസ മേഖലയും രൂപപ്പെടുത്തി അവിടെ ജനങ്ങൾ സ്ഥിരമായി താമസിച്ചു. ഇങ്ങനെയാണ് ജനപദങ്ങൾ നിലവിൽ വന്നത് കേട്ടോ. പിൽക്കാല വേദങ്ങളിലെ വിവിധ ജനപദങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ജനപദങ്ങൾ എന്താണ്, ജനപദം എന്നാൽ ജനം അധിവസിച്ച സ്ഥലം എന്നാണ് ട്ടോ അർത്ഥം. ഇനി അടുത്തത്, വേദകാലഘട്ടത്തില് ഗോത്ര വ്യവസ്ഥയാണ് നിലനിന്നിരുന്നത്. അവ ജനം എന്നാണ് അറിയപ്പെട്ടിരുന്നത് ട്ടോ. അപ്പൊ കൃഷി വ്യാപകമായതോടെ ഈ ഗോത്ര സമൂഹങ്ങൾ ഒരിടത്ത് സ്ഥിരമായി താമസിക്കാൻ തുടങ്ങി. ഇവയാണ് ജനപദങ്ങൾ എന്നറിയപ്പെട്ടത്. അപ്പൊ ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിന്റെയും നഗരങ്ങളുടെ വളർച്ചയിലേക്കും നയിച്ചു. കച്ചവടത്തോടൊപ്പം വ്യത്യസ്ത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായി നഗരങ്ങൾ മാറി. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ക്രമപ്പെടുത്താനും ചില നിയന്ത്രണങ്ങൾ ആവശ്യമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഗോത്രങ്ങളെ അടിസ്ഥാനമാക്കിയ ഭരണവ്യവസ്ഥ അപ്രത്യക്ഷമായി. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിന്റെയും നഗരങ്ങളെയും വളർച്ചയിലേക്ക് നയിച്ചു എന്നാണ് കേട്ടോ. കൃഷിയോടും മണ്ണിനോടുമുള്ള ഇഴപിരിയാത്ത ബന്ധം ഇക്കാലത്ത് വളർന്നു വന്നു. ഇത് അവരവരുടെ പ്രദേശം എന്നൊരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തി. ഇങ്ങനെയാണ് രാഷ്ട്ര രൂപീകരണം യാഥാർത്ഥ്യമായി തീർന്നത്. ബുദ്ധകൃതിയായ അംഗുത്തര നികായയിൽ ഇത്തരത്തിൽ നിലവിൽ വന്ന 16 രാഷ്ട്രങ്ങളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഇവ മഹാജനപദങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. മേൽ വിവരിച്ച മാറ്റങ്ങളെ ചരിത്രകാര രണ്ടാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഇനി നഗരങ്ങള്, ദീർഘനാളത്തെ യാത്ര കഴിഞ്ഞ് ബുദ്ധനും ശിഷ്യനായ ആനന്ദരും കുശി നഗരത്തിൽ എത്തിച്ചേർന്നു. നിരവധി കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ ബുദ്ധന്റെ നിർവ്വാണവും കടന്നു വന്നു. കാട്ടിനുള്ളിലെ മൺകുടിലുകൾ മാത്രമുള്ള കുശി നഗരത്തിൽ വെച്ച് മരണത്തെ വിവരിക്കരുതെന്നും ചമ്പ, രാജഗൃഹ, ശ്രാവസ്തി, സാകേത, കൗസാംബി, വാരാണസി തുടങ്ങിയ വലിയ നഗരങ്ങളായിരിക്കണം അന്ത്യശ്വാസത്തിനായി തിരഞ്ഞെടുക്കേണ്ടതെന്നും ആനന്ദൻ അഭിപ്രായപ്പെട്ടു. ബുദ്ധകൃതിയായ ദിഗനികായയിലെ ഈ വിവരണത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഈ ഒരു വിവരണത്തിൽ എന്താണ്, ബുദ്ധന്റെ നിർവ്വാണം അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് ശിഷ്യനായിട്ടുള്ള ആനന്ദൻ സംസാരിക്കുന്നതാണ് കേട്ടോ ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അപ്പൊ കുശി നഗരം പോലുള്ള ഒരു ചെറിയ സ്ഥലത്ത് വെച്ച് ബുദ്ധന്റെ ശരീരം വെടിയരുത് എന്ന് ആനന്ദൻ ആഗ്രഹിച്ചിരുന്നു കേട്ടോ. അതിന് പകരമായിട്ട് അന്നത്തെ വലിയ നഗരങ്ങളായിട്ടുള്ള ചമ്പ, അതുപോലെ രാജഗൃഹം, ശ്രാവസ്തി, സാകേതം, കൗശാംബി, വാരാണസി, ഇവിടെയൊക്കെ എന്താണ് അതിനായിട്ട് തിരഞ്ഞെടുക്കാമെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്, നഗരവൽക്കരണം അല്ലെ. 6-ാം നൂറ്റാണ്ടോട് കൂടി വടക്കേ ഇന്ത്യയിൽ വലിയ നഗരങ്ങളൊക്കെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ നഗരങ്ങളുടെ പ്രാധാന്യം എന്താണ്, മുകളിൽ പറഞ്ഞ നഗരങ്ങളൊക്കെ നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള നഗരങ്ങളൊക്കെ എന്താണ് അന്നത്തെ കാലത്തെ പ്രധാന വാണിജ്യ സാംസ്കാരിക കേന്ദ്രങ്ങളായിരുന്നു. ഓക്കെ. അപ്പൊ ദിഗനികായ എന്ന ബുദ്ധമത ഗ്രന്ഥത്തിലാണ് ഇന്നാണ് ഈ ഒരു വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ചുവടെ കൊടുത്തിരിക്കുന്ന ഭൂപടത്തിൽ നിന്ന് 16 മഹാജനപദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഭൂപടം തന്നിട്ടുണ്ട്. അതിൽ നിന്ന് 16 മഹാജനപദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഏതൊക്കെയാണ് 16 മഹാജനപദങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തത് കാംബോജ് അല്ലെ. കാംബോജം, ഗാന്ധാരം, കുരു, പാഞ്ചാലം, കോസലം, അതുപോലെ ശൂരസേന, മല്ല, മത്സ്യ, അവന്തി, ചേതി, വത്സ, കാശി, വജ്ജി, മഗധ, അതുപോലെ അംഗം, അശ്മഘട്ടോ. ഇതൊക്കെയാണ് 16 മഹാജനപദങ്ങൾ.
ഇനി മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം. സമകാലിക കൃതികളിൽ മഹാജനപദങ്ങളിലെ ഭരണ സമ്പ്രദായത്തെ കുറിച്ച് ചില വിവരങ്ങൾ നൽകുന്നുണ്ട്. അക്കാലത്ത് കാര്യക്ഷമമായ നികുതി പിരിവ് സമ്പ്രദായവും സ്ഥിര സൈന്യവും നിലവിൽ വന്നു. പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്ന പദം നികുതിയെയാണ് അർത്ഥമാക്കുന്നത് കേട്ടോ. ബാഗ എന്നത് മറ്റൊരു തരം നികുതിയായിരുന്നു. ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയായിരുന്നു മുഖ്യമായും നികുതിയായി നൽകിയിരുന്നത്. വനങ്ങളിൽ താമസിച്ചിരുന്നവർ വനവിഭവങ്ങൾ നികുതിയായി നൽകിയപ്പോൾ കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിനായി ജോലി ചെയ്തു. ഓക്കെ, അപ്പൊ ഭരണനിർവഹണത്തിനായി ധാരാളം ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. ശതപഥ ബ്രാഹ്മണ എന്ന കൃതിയിൽ രാജാവിനെ സഹായിച്ചിരുന്ന സേനാനി, പുരോഹിതൻ, ഗ്രാമണി എന്നിവരെ പരാമർശിക്കുന്നുണ്ട്. മഹാജനപദങ്ങൾക്ക് കോട്ടകളും തലസ്ഥാന നഗരികളും ഉണ്ടായിരുന്നു. ഇതെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? പാലി ഭാഷയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ കാണുന്ന ബലി എന്ന പദം നികുതിയെയാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ ബാഗ എന്നത് മറ്റൊരു നികുതിയാണ്. അപ്പൊ ബലി, ബാഗ എന്നതൊക്കെ നികുതികളാണ് അർത്ഥമാക്കുന്നത്. അതുപോലെ എന്താണ്, ധാന്യങ്ങൾ, കന്നുകാലികൾ എന്നിവയൊക്കെ ആയിരുന്നു മുഖ്യമായും നികുതിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ വനങ്ങളിൽ താമസിച്ചിരുന്നത് വനവിഭവങ്ങളാണ് നികുതിയായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിനായിട്ട് ജോലി ചെയ്യുകയാണ് ചെയ്തത്. അടുത്തതാണ് മഗധയുടെ വളർച്ച. 16 മഹാജനപദങ്ങൾ തമ്മിൽ അധികാരത്തിനു വേണ്ടി നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. ഇതിൽ അന്തിമമായി വിജയിച്ചതും മഗധയായിരുന്നു. ഭൂപടത്തിൽ നിന്ന് മഗധയുടെ സ്ഥാനം കണ്ടെത്തുക എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ എന്താണ് 16 മഹാജനപദങ്ങൾ ഭൂപടത്തിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ മഗധയുടെ സ്ഥാനം കണ്ടെത്തുക എന്ന് പറയുന്നത്, അപ്പൊ മഗധ ഇന്നത്തെ ഏത് സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന പ്രദേശമായിരുന്നുവെന്ന് കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ ബീഹാറിലാണ് മഗധ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ബീഹാറിലെ ഏതൊക്കെ ജില്ലകളിലാണ്? പാറ്റ്ന, ഗയ എന്നീ ജില്ലകളിൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് പഴയ മഗധ കേട്ടോ. അപ്പൊ നല്ല മഴ ലഭിക്കുന്ന ഉൽപാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗധ. കൂടാതെ ധാരാളം ഇരുമ്പയിര് നിക്ഷേപവും ഉണ്ടായിരുന്നു. അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായി. അക്കാലത്ത് യുദ്ധങ്ങളിൽ ആനകൾ പ്രധാന ഘടകമായിരുന്നു. മഗധയിലെ വനങ്ങളിൽ ആനകൾ യഥേഷ്ടമുണ്ടായിരുന്നു. ഇത് മഗധയുടെ യുദ്ധവിജയം ഉറപ്പാക്കി. ഗംഗയും അതിന്റെ പോഷക നദികളും ചരക്ക് ഗതാഗത സൗകര്യങ്ങളും ഉറപ്പുവരുത്തുകയും ചെയ്തു. ബിംബിസാരൻ, അജാതശത്രു തുടങ്ങിയ കഴിവുറ്റ ഭരണാധികാരികളും മഗധയിൽ ഉണ്ടായിരുന്നു. മഗധയിലെ രാജവംശങ്ങളും പ്രധാന രാജാക്കന്മാരുമാണ് കൊടുത്തത്. ഹര്യങ്ക രാജവംശം, ബിംബിസാരനും അജാതശത്രുവായിരുന്നു അതിന്റെ പ്രധാന രാജാക്കന്മാർ കേട്ടോ. ഹര്യങ്ക രാജവംശത്തിലെ, ഇനി ശിശുനാഗ രാജവംശത്തിലെ ശിശുനാഗനായിരുന്നു. നന്ദ രാജവംശത്തിലെ മഹാപത്ന നന്ദനായിരുന്നു കേട്ടോ. 3 ഇമ്പോർട്ടന്റ് ആണ്. മഗധയിലെ പ്രധാനപ്പെട്ട രാജവംശം ഏതൊക്കെയായിരുന്നു? ഹര്യങ്ക രാജവംശം, ശിശുനാഗ രാജവംശം, നന്ദ രാജവംശം. ഹര്യങ്ക രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളാണ് ബിംബിസാരനും അജാതശത്രുവും. ശിശുനാഗ രാജവംശത്തിലെ പ്രധാന ഭരണാധികാരി ശിശുനാഗനാണ്. നന്ദ രാജവംശത്തിലെയോ മഹാപത്മനന്ദനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് തന്നെ പഠിക്കട്ടോ. അപ്പൊ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.